ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ടോപ്പ് 10 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ആക്കപ്പെടുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലെ വിഷയം അത് തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളുടെ സ്ഥാനവും കളക്ഷനുമാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഒന്നാമത്തെ സിനിമ 2024 ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ നില മോളിവുഡിന്റെ സിനിമ ചരിത്രത്തിലെ തന്നെ വലിയ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് 241 കോടിയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ഇതിൽ 63 കോടിയിലധികം ഗ്രോസ് കളക്ഷനും തമിഴ്നാട്ടിൽ നിന്നാണ് സിനിമ നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് 2023 എന്ന് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 ചിത്രം 175 കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് ലോകമെമ്പാട് നിന്നും നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിന്റെ ക്ലാസിക് ചിത്രം ദി ഗോട്ട് ലൈഫ് ആടുജീവിതം എന്ന സിനിമയാണ്. പൃഥ്വിരാജ് നായകനെത്തിയ ബ്ലസി സംവിധാനം ചെയ്ത സിനിമ 158 കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് ആവേശം എന്ന സിനിമയാണ്. ഫഹദ് നായകനെത്തിയ സിനിമ തിയേറ്ററുകളിലെ വലിയ ആവേശമുണ്ടാക്കിയ സിനിമയാണല്ലോ. 156 കോടിയിലധികം രൂപയാണ് സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ. അഞ്ചാം സ്ഥാനത്ത് ലാലേട്ടന്റെ പുലിമുരുകനാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിന് മുന്നേ വരെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സിനിമയായിരുന്നു ലാലേട്ടന്റെ പുലിമുരുകൻ. 144 കോടിയാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ആറാം സ്ഥാനത്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേമലുവാണ്. നെസ്ലൻ മമിത കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 135 കോടി 90 ലക്ഷത്തിലധികം രൂപയാണ് ഫൈനൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അടുത്ത സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ലാലേട്ടന്റെ തന്നെ വീണ്ടും ഒരു സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറാണത്. 128 കോടിയിലധികം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. എട്ടാം സ്ഥാനത്ത് സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ലിസ്റ്റിൽ ഏറ്റവും പുതിയ എൻട്രി കൂടിയായ ഗുരുവായൂർ അമ്പലനടയിലാണ്. നിലവിൽ 88 കോടിയിലധികം രൂപയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഒമ്പതാം സ്ഥാനത്ത് 2023 അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ വെറും ഒരു ക്വാർട്ടർ റൂം ഡ്രാമ സിനിമ കൂടിയായ നേരാണ്. ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ 85 കോടി 70 ലക്ഷത്തിലധികം ഗ്രോസ് ആണ് ഫൈനലായിട്ട് നേടിയെടുത്തത്. അതേസമയം ഈ ലിസ്റ്റിൽ ഒരു മമ്മൂട്ടി ചിത്രം അത് അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനെ എത്തിയ മാസം ക്ലാസം നിറഞ്ഞ മെഗാ ചിത്രം ഭീഷ്മ പർവമാണ്. ലിസ്റ്റിലെ 10ാമത്തെ സിനിമ 85 കോടിയിലധികം ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. അങ്ങനെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും ഉയർന്ന നിലവിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ ഏതൊക്കെയെന്ന്. അപ്പോൾ മലയാളത്തിൽ 100 കോടി സിനിമകൾ മാത്രമല്ല, 150 കോടി സിനിമകൾ മാത്രമല്ല, 200 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയും പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ ലിസ്റ്റ് വരും മാസങ്ങളിൽ അപ്ഡേറ്റ് ആക്കപ്പെടട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.